മാറ്റാൻ പോകുന്നുവെന്ന് അപ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഒരുങ്ങിയില്ലേ? എന്താടി, നമ്മുടെ നാട്ടിൽ അമ്പലമൊന്നും ഇല്ലേ? ആ കൂനിക്കാടുള്ള അമ്പലത്തിൽ തന്നെ പോണം നിർബന്ധമാ? അല്ലമ്മേ, അവള് മലയുടെ താഴെ പഠിക്കാൻ പോയിട്ട് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കളിച്ചു വളർന്ന സ്ഥലം അത്. പൂർണിക്ക് അവിടേക്ക് ഒന്ന് കാണണമെന്നുണ്ട്. എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാമേ. പൂർണി, ഒന്ന് പെട്ടെന്ന് വാ. പോയിട്ട് വരാമേ. എന്താടി, നിനക്കൊന്ന് നേരത്തെ ഇറങ്ങിക്കൂടെ? ഇതേ നോക്കിയേ, നേരെ ഇരുട്ടുന്നതിന് മുമ്പ് രണ്ട് തിരിച്ചെത്തിക്കോണം. കൂനിക്കാടെന്ന് പറഞ്ഞ അതിന് ചുറ്റുമുള്ള നാട്ടുകാർക്കൊക്കെ പേടിയാ. ഈ രണ്ടെണ്ണം ഒരു പേടിയില്ലാതെ പോകുന്ന കണ്ടില്ലേ? സാധനം ഇവിടെ കിട്ടുന്ന പറഞ്ഞേ. ഇവിടെ കിട്ടുമെന്നാ പറഞ്ഞേ. എത്ര നേരെ നടക്കാൻ തുടങ്ങിട്ട്. രണ്ട് കിളികൾ വരുന്ന കണ്ടാടാ. മലയിലെ സാധനം വേണമെന്ന് പറഞ്ഞ് കൊറേ ആയില്ലേ ബഹളം വയ്ക്കുന്നേ. ഇറങ്ങി വരുന്ന രണ്ട് സാധനങ്ങളെ കണ്ടില്ലേ? ഇതെന്തത്? കഴുത്തി കിടന്ന മാലയാണോ? ചുമന്നിരിക്കുന്ന കണ്ടില്ലടാ. മലയിലുള്ള പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിലും വെറുത്തിട്ടാടാ. പക്ഷെ പടത്തിൽ കാണുമ്പോ കറുത്തിട്ടാണെന്നേ ഉള്ളൂ. നീ ഇവിടെ തന്നെ നിൽക്ക്. എന്താടി കൊറേ ദൂരമല്ലോ ഓടണേ?
അവരെ പറ്റി നമ്മൾ ആരോടാടി ചോദിക്കാം? അവരെ പറ്റി ആരോടെങ്കിലും ചോദിച്ചാൽ നമ്മുടെ കാര്യം തീരും. പിന്നെ അവരെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാനാ? ആ കാടിനെ പറ്റി അറിയാൻ ആ കഥ പറയുന്ന മുത്തശ്ശിയോട് തന്നെ ചോദിക്കണം. മുത്തശ്ശിക്ക് എല്ലാം അറിയാം. ഊനിക്കാട് 900 വർഷങ്ങളായി ഇവിടെ ഒളിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഗോത്രം. സ്വന്തമായ ഒരു ഭാഷയില്ലാതെ പകൽ സമയത്ത് കുടിലുകളിൽ വസിച്ചും രാത്രിയിൽ പുറത്തിറങ്ങി വേട്ടയാടി ഭക്ഷണം കണ്ടെത്തി തങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വരനായും തങ്ങളുടെ അവകാശമായും ഇവർ വിശ്വസിക്കുന്നത് അഗ്നിയെയും തങ്ങളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലയെയുമാണ്. ഇരുട്ടിക്കഴിയുമ്പോൾ കുടിലുകളിൽ നിന്ന് പുറത്തു വന്ന് മൂപ്പന്റെ നേതൃത്വത്തിൽ തങ്ങളുടെ മാലയിൽ സ്പർശിച്ച് അഗ്നിയെ വണങ്ങിയ ശേഷം തങ്ങളുടെ രാത്രി ജീവിതത്തിലേക്ക് കടക്കും. അതേപോലെ കുടിലുകളിലേക്ക് ചെല്ലുമ്പോഴും ഇത് തന്നെ പിന്തുടരും. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുവൻ അംഗസംഖ്യ കണക്കെടുക്കും. ഏതൊരു ഗോത്രമായിരുന്നാലും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ചിലരെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.
പകൽ സമയത്തൊരുവൻ കുടിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനാൽ മൂപ്പൻ ദേഷ്യം കൊണ്ട് വിറച്ചു. നമ്മുടെ ഗോത്രത്തിന്റെ ചട്ടപ്രകാരം പകൽ സമയത്ത് കുടില് വിട്ട് പുറത്തെവിടേക്കും പോകാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താണോ ശിക്ഷ അതിവൻ ഈ നിമിഷം തന്നെ കൊടുക്കണം. നമ്മുടെ കാട്ടിനുള്ളിൽ ഉണ്ടെങ്കിലാണ് ഈ ശിക്ഷ. പകരം നമ്മുടെ കാടിന്റെ പരിധി വിട്ട് പുറത്തേക്ക് പോയി എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ തീർച്ചയായും മരണശിക്ഷ തന്നെയാണ് എന്ന് മൂപ്പൻ ഗർജിച്ചു. ഭാഷ, സംസ്കാരം തുടങ്ങിയ ഒരു പുരോഗമനവും ഇല്ലെങ്കിൽ പോലും ഇന്ദ്രിയജ്ഞാനത്താൽ എല്ലാം മനസ്സിലാക്കിയിരുന്നു. ഇത് മായൻ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്.